ഈ പടം കണ്ടൊരു 3-4 മണിക്കൂറായി. ആൻഡ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പഴും ഉള്ള മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സൂര്യ ഇതിനകത്ത് കുറച്ച് ഡയലോഗ്സ് പറയുന്നുണ്ട്. ആ ഡയലോഗ്സാണ്. അത് സ്പോയിലറൊന്നുമല്ല, ട്രെയിലറിനകത്ത് തന്നെ ഉള്ളതാണ്. മനുഷ്യര് പിരിഞ്ഞു പോകുന്നത് വഴക്ക് കൊണ്ടും ദേഷ്യം കൊണ്ടും മാത്രമല്ല. അത് ആ വഴക്കും ദേഷ്യവും കഴിഞ്ഞ് ഇത് രണ്ടുപേരും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീക്ക് ചെയ്യാൻ ആ ഒരു മടി, ആ മടി കാരണമാണ്. ഇത് മാത്രമല്ല കുറേ ഡയലോഗ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു പവർഫുൾ ഡയലോഗ്സാണ്. ആൻഡ് ഞാനിപ്പം സംസാരിക്കുന്നത് വിശ്വനാഥൻ സൺസ് ബൈ വെങ്കി അല്ലൂരി, സ്റ്റാറിങ് സൂര്യ, മമിത ബൈജു, രാധിക ശരത് കുമാർ, രവീന ടണ്ടൻ, പിന്നെ കുറേ പേരുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് ഒറ്റ വാക്കി പറയാനാണെങ്കിൽ എനിക്ക് ഈ പടം ഓക്കെ ഫീൽ ആയിട്ട് എനിക്കൊരു നല്ല ഫിലിം ആയിട്ട് തോന്നി. പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാനുണ്ട്. ആൻഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. വിശ്വനാഥൻ സൺസ് ഒന്നാമത്തെ പോസിറ്റീവ് എനിക്ക് പറയാനാണെങ്കിൽ ദ മെയിൻ പോസിറ്റീവ് ഇസ് സൂര്യ. പുള്ളിക്കാരനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസം. പുള്ളിക്കാരൻ്റെ ആക്ടിങ് കാര്യങ്ങളും ഇതിനകത്ത് ആസ് ഐ എം എ സൂര്യ ഫാൻ, ലൈക്ക് എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ആ ഒരു ഫാനിസ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് നല്ല രസത്തിൽ അഭിനയിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ആൻഡ് അത് ചിലപ്പോൾ ഒരു നോർമൽ ഓഡിയൻസിന് ചിലപ്പം ഇങ്ങനെ നോർമലായിട്ടുള്ള ഇതിനെന്താ വലിയ ഒരു സ്പെഷ്യാലിറ്റി ആൻഡ് തോന്നത്തില്ലായിരിക്കും. ബട്ട് ആസ് എ ഫാൻ ഇറ്റ് ഫീൽസ് ഡിഫറെൻറ്റ്. സൂര്യയാണ് ഈ പടം കാണാൻ തന്നെ ഉള്ള ഹൈലൈറ്റ് എനിക്ക്. പിന്നുള്ളത് പെർഫോമൻസസ് എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ പോസിറ്റീവ് സൂര്യ തന്നെയാണ്. സെക്കൻഡ് പോസിറ്റീവ് ഈസ് മ്യൂസിക്. ജി വി പ്രകാശ് കുമാർ. ആൻഡ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. കാരണം ബിജിഎം ഒക്കെ വെച്ച് കുറേ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല വർക്കായിരുന്നു. പിന്നെ എന്താ തേർഡ് പോസിറ്റീവ് ഈസ് ഇതിനകത്ത് റിച്ച് ഫ്രെയിംസ് ആണ്, ഫുൾ റിച്ച് പരിപാടിയാണ്. പക്ഷേ തട്ടിക്കൂട്ടാക്കിയിട്ടില്ല. നാടക സെറ്റ് പോലും എനിക്ക് തോന്നിയില്ല ശരിക്കും. അത് എനിക്ക് ഇപ്പം ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാൻ എന്താ പറഞ്ഞാൽ, വാരിസ് സിനിമ അത് എനിക്കാണെങ്കിൽ പല സ്ഥലത്തും ഫ്ലെക്സ് അടിച്ച് വെച്ച് കൂട്ടും ഒരുമാതിരി സെറ്റ് വർക്ക് പോലെ തന്നെ തോന്നി. ബട്ട് ഇതിനകത്ത് അത്രയ്ക്ക് ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയില്ല. പണക്കാരില്ലേ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് എന്തും കാണിച്ചു കൂട്ടാൻ നല്ല, ബട്ട് സ്റ്റിൽ അത്രയും ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് തോന്നിയില്ല. കുറച്ച് എന്നാലും ഭയങ്കര റിയലായിട്ടും തോന്നിയില്ല, എന്നാൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടും തോന്നിയില്ല, ഒരു മിഡ് ആയിട്ട് തോന്നി. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ജോബ്. ടെക്നിക്കലി എല്ലാം നൈസായിട്ട് തോന്നി. ആൻഡ് പിന്നെ മമിത ബൈജുവിൻ്റെ പെർഫോമൻസ് ആദ്യം എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നി. ഈ ക്യാരക്ടറേ ഒരു ഓവറാണ്, അപ്പം ഓവറായിട്ട് തോന്നി, ഇത് ആലമ്പാക്കിയെന്ന് തോന്നി. ബട്ട് പിന്നെ വന്നപ്പം ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എനിക്കത് വർക്കായി തുടങ്ങി, നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നി എല്ലാവരും. അതിനകത്ത് പിന്നെ സൂര്യയുടെ കുറേ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് പോർഷൻസൊക്കെ വളരെ കോമഡി ആയിരുന്നു, ലൈക്ക് നല്ലതായിട്ട് ചിരിക്കാനുണ്ടായിരുന്നു. പക്ഷെ തലതല്ലി ചിരിക്കാൻ അങ്ങനെയല്ല, എന്നാലും കോമഡി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ക്യാരക്ടർ ഒരു പോയിന്റ് എത്തുന്നവരെ കൊള്ളാലോ, നമ്മളെപ്പോലൊക്കെ ആണല്ലോ, റിലേറ്റബിൾ ആണല്ലോ എന്ന് തോന്നി. പക്ഷെ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ റിലേറ്റബിൾ അല്ല, മാച്ചാളെന്നായിപ്പോയി. ആൻഡ് പിന്നെന്താ പോസിറ്റീവ്സ്, ഇങ്ങനെ കുറച്ച് പോസിറ്റീവ്സ് ഇങ്ങനെ എണ്ണിപ്പുറക്കി പറയാൻ ഉള്ളത് കൂട്ടുള്ളൂ. ആൻഡ് ഇതിനകത്ത് വലിയ പരിപാടിയൊന്നും പ്രതീക്ഷിച്ചില്ല. ലൈക്ക് ഒരു ഫീൽ ഗുഡ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് പടം എന്ന് പറയാൻ മാത്രമുള്ളൊരു, ലൈക്ക് ഇപ്പം അങ്ങനെ പറയില്ല, എന്നാലും മരിച്ചതിൻ്റെ ECG എന്ന് പറഞ്ഞിട്ട് ഒരേ ഫീലാണ്. ലൈക്ക് ഭയങ്കരമായിട്ട് ഹെവി ഹൈ ഇമോഷൻസ് ഒന്നുമില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ലോ ആയിട്ടുള്ള ഒരു മിഡ് പേസിൽ പോകുന്ന ഒരു ഫിലിം. പിന്നെ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ പോസിറ്റീവ്സ് നല്ല, കുറേ ഡയലോഗ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരുണ്ട്. അതായത് എന്തുള്ളപ്പോഴും പുതിയത് മേടിക്കുന്നതിനെക്കാട്ടല്ലേ എന്തും റിപ്പയർ ചെയ്യാൻ പറ്റുന്നിടത്തോളം റിപ്പയർ ചെയ്യുക, ആ ഒരു മനസ്സ് കാണിക്കുക. പുതിയത് വേണമെന്ന് എപ്പോഴും ഉള്ളത് ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് സത്യമാണ്, അത് ലൈഫിൻ്റെ കാര്യത്തിലും അത് സത്യമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടെങ്കിൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ ചിലപ്പോൾ അറിയത്തില്ല, അതായിരിക്കും ആ സെപ്പറേഷൻ്റെ ഇത്. ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, പക്ഷെ അത് ചെയ്യില്ല, അതും പ്രശ്നമാണ്, അങ്ങനെയും പ്രശ്നം വരും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇതിനകത്ത്, ഈ പടത്തിനകത്ത് എല്ലാം ആക്സെപ്റ്റബിളായിട്ട് എനിക്ക് തോന്നിയെങ്കിലും, കുഴപ്പമില്ലാതെ തോന്നിയെങ്കിലും, ഒരു കാര്യം എനിക്ക് ഒട്ടും തീരെ എന്തൊക്കെ പറഞ്ഞിട്ടും എത്ര ഷോർ കോട്ട് ചെയ്തിട്ടും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് അതെന്താന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അതായത് അത് ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലറാകും. അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ അല്ലാതെ കുഴപ്പമില്ല, സാരമില്ല, അത് കുറച്ചേരം മാറിക്കോളും, പ്രേമം ആരോടും തോന്നാം, കെട്ടിയവനോടും തോന്നാം, കെട്ടിയ ആളോടും തോന്നാം, കെട്ടാത്ത ആളോടും തോന്നാം, എന്തും ആവാം, അങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഭയങ്കര സിംപ്ലിഫൈ ചെയ്ത് നോർമൽ പരിപാടിയായിട്ട് കാണുന്നത്, അത് എനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നി. ഭയങ്കര
എന്തോ പോലെ എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു കോൺസെപ്റ്റ്. അത് മാത്രം നോർമലൈസ് ചെയ്യാൻ പറ്റതാണോ എനിക്കറിഞ്ഞൂടാ. മേ ബി ആവണ്ടായിരിക്കും. ബട്ട് എനിക്ക് പേഴ്സണലി അത് ഗ്ലോറിഫൈ ചെയ്യാനോ അത് നോർമലൈസ് ചെയ്യേണ്ട ഒരു സംഭവം അല്ലെന്ന് തോന്നിയിട്ടുണ്ട് ഈ എക്സ്ട്രാ മാരിഷ്യൽ അഫെയർ. അതായത് ഒരു ഭാര്യയും കുട്ടിയുള്ളപ്പോൾ വേറൊരാളെ നോക്കണ്ട്, അത് എന്തൊക്കെ അവസ്ഥയാന്ന് പറഞ്ഞാലും അത് ഗ്ലോറിഫൈ ചെയ്യാനോ അത് ഓക്കെയാണ്, കുഴപ്പമില്ല, സാരമില്ല എന്ന് പറയേണ്ട എനിക്കത് പറ്റില്ല. ആൻഡ് അത് എനിക്ക് ഈ പടത്തിൽ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ട് തോന്നി. അതേ എനിക്ക് ഈ പടത്തിൽ നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. അല്ലാതെ എനിക്ക് ഒറ്റ ഫീലിൽ ഈ പടം കണ്ടു തീർത്തു. ഓവറോൾ ഈ ഫിലിമിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങളൊരു സൂര്യ ഫാൻ ആണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഹിം ഫോർ ഹിം. ലൈക്ക് കണ്ടുകൊണ്ടിരിക്കാം, പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, നല്ല ചാമാണ്, നല്ല രസത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമഡി കാര്യങ്ങൾ, ഫൈറ്റൊക്കെ പക്ഷേ ഒരു എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. കോമഡി എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കോമഡി ആയിട്ടല്ല, ആ പ്ലേസ്മെൻറ്റ് വെറുതെ രണ്ടടി വെച്ചേക്കാന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിപ്പോയി എനിക്ക്. ബട്ട് സ്റ്റിൽ ആസ് എ സൂര്യ ഫാൻ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇഫ് യു ആർ എ സൂര്യ ഫാൻ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. റോംകോം ജോണേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പോകാം. ബട്ട് എനിക്കിതൊരു തിയേറ്റർ ഡിമാൻഡ് ചെയ്യാൻ ഒരു ഫാമിലി ഫുള്ള് തിയേറ്റർ ഡിമാൻഡിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. OTT കണ്ടാലും മതി എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ വലിയ പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ബട്ട് നല്ലൊരു ഫിലിമാണ്. നിങ്ങൾ OTT വന്നാൽ മിസ് ചെയ്യരുത് ഒരിക്കലും. തിയേറ്ററിൽ കാണുവാണെങ്കിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് ഇഫ് യു ആർ എ സൂര്യ ഫാൻ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ലൈക്ക് നിങ്ങൾക്ക് പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കാം നല്ല രസത്തിൽ. മോശമായി ഭയങ്കര കാശ് പോയി എന്നൊരു തോന്നൽ വരില്ല എന്ന് തോന്നുന്നു. ബട്ട് തിയേറ്ററിൽ കാണാനുള്ളതുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് സംശയമാണ്. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ വിശ്വനാഥ് ആൻഡ് സൺസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.